ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേൺ നോ. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസിൽ MCQ ഫോർത്ത് സെറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ സോറി മിക്സഡ് ആയിട്ടുള്ള MCQ ആണ് നമ്മൾ ഓരോ വീക്കിലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തിയറി ഉണ്ട്, പ്രോബ്ലംസും ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ സിലിക്കൺ ഡയോഡ് ഈസ് ലെസ് സ്യൂട്ടഡ് ഫോർ ലോ വോൾട്ടേജ് റെക്ടിഫിയർ ഓപ്പറേഷൻ. അപ്പൊ സിലിക്കൺ ഡയോഡ് എന്ന് പറയുന്നത് നമുക്ക് ലോ വോൾട്ടേജ് റെക്ടിഫയർ ഓപ്പറേഷന് നമുക്ക് കൂടുതലായിട്ട് സ്യൂട്ട് ചെയ്യാറില്ല, നമ്മൾ ഉപയോഗിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, its reverse saturation current is low, its cut-in voltage is high, its breakdown voltage is high. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സിലിക്കൺ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ലോ വോൾട്ടേജ് റെക്ടിഫയർ ഓപ്പറേഷൻസിന് നമുക്ക് ഈ സിലിക്കൺ ഡയോഡ് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് breakdown voltage is high. Option D ആണ് right answer. അടുത്ത ക്വസ്റ്റ്യൻ. A Zener diode in the circuit shown in the figure below has a knee current of 5 milliampere. ഈ ഒരു Zener diode knee current എന്ന് പറയുന്നത് 5 milliampere തന്നിട്ടുണ്ട്. മാക്സിമം അലൗഡ് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് 330 മില്ലി വാട്ട് ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ അലൗബിൾ ആയിട്ടുള്ള മാക്സിമം അലൗഡ് ആയിട്ടുള്ള പവർ ഡിസിപ്പേഷൻ 330 മില്ലി വാട്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിനിമം മാക്സിമം ലോഡ് കറന്റ് എത്രയാണ്? അതായത് നമുക്ക് ആ ഒരു സർക്യൂട്ടിനെ സേഫ്റ്റി ആയിട്ട് നമുക്ക് ആക്കാനായിട്ട് മിനിമം മാക്സിമം കറന്റ് എത്രയാണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് 6 വോൾട്ട് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ വരുന്ന മിനിമം മാക്സിമം ലോഡ് കറന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി 10 മില്ലി ആംപിയറും മാക്സിമം എന്ന് പറയുന്നത് 55 മില്ലി ആംപിയറും ആണ് വരുന്നത്. ഓക്കെ, മിനിമം എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ ആൻഡ് 55 ഇസ് ദ മാക്സിമം മില്ലി ആംപിയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 9 വോൾട്ട് ആണ്. ഈ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ 50 ഓം ആണ്. ഔട്ട്പുട്ടിൽ നമുക്ക് എത്രയാണ്? 6 വോൾട്ടേജ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാന്ന് നമുക്ക് നോക്കാം. I is equal to 9 minus 6 by 50. That means voltage by resistance. അപ്പൊ എത്രയാ വരിക? 9 ആണ് ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് 6 ആണ്. അപ്പൊ 9 minus 6 by 50 ആണ് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.06 ആംപിയർ. ദാറ്റ് മീൻസ് 60 മില്ലി ആംപിയർ ആണ് വരുന്നത്. നീ കറന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 5 മില്ലി ആംപിയർ ആണ് അല്ലെ. അപ്പൊ മാക്സിമം ലോഡ് കറന്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ഒരു കറന്റിൽ നിന്ന് ഈ നീ കറന്റ് മൈനസ് ചെയ്തിട്ടാണ്. സോ 60 minus 5 that is equal to 55 മില്ലി ആംപിയർ ആണ്. അപ്പൊ നമുക്ക് മാക്സിമം കറന്റ് 55 മില്ലി ആംപിയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് IZ max is equal to P by V ആണ് അല്ലെ. അപ്പൊ P നമുക്ക് പവർ തന്നിരിക്കുന്നത് 300 ആണ്. അതേപോലെ തന്നെ V എന്ന് പറയുന്നത് 6 ആണ്. സോ 50 മില്ലി ആംപിയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മില്ലി ആംപിയർ ദാറ്റ് മീൻസ് IL മിനിമം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നമ്മുടെ അതിലൂടെ വരുന്ന കറന്റ് 60 മില്ലി ആംപിയർ മൈനസ് IZ മാക്സ് മൈനസ്, അതായത് സെനർ ഡയോഡിലൂടെ വരുന്ന മാക്സിമം കറന്റ് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മില്ലി ആംപിയർ ആണ് വരുന്നത്. അപ്പൊ മിനിമം കറന്റ് എന്ന് പറയുന്നത് 10 മില്ലി ആംപിയറും മാക്സിമം കറന്റ് എന്ന് പറയുന്നത് 55 മില്ലി ആംപിയറും ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The current flowing through a silicon diode at room temperature is 9 into 10 to the power minus 7 ampere. When a large reverse voltage is applied, നമ്മൾ ഒരു ലാർജ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാകുമ്പോൾ സിലിക്കൺ ഡയോഡിലൂടെ ഫ്ലോ ആവുന്ന കറന്റ് എന്ന് പറയുന്നത് 9 into 10 to the power minus 7 ampere ആണ്. ഓക്കെ, calculate the current through the diode when 0.4 voltage ഫോർവേഡ് ബയാസ്ഡ് ചെയ്ത് അപ്ലൈ. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് 0.4 വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറന്റ് എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഈറ്റ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഐഡിയാലിറ്റി ഫാക്ടർ ഈറ്റ ഈസ് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ എ 1.97 മില്ലി ആംപിയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഡയോഡ് കറന്റിന്റെ ഇക്വേഷൻ I is equal to I0 into e to the power V by eta Vt minus 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് I0 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് V തന്നിട്ടുണ്ട്. ഫോർ സിലിക്കണിന്റെ ആ ഒരു വാല്യൂ ഐഡിയാലിറ്റി ഫാക്ടർ 2 is equal to തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ Vt is equal to എത്രയാണ്? 26 മില്ലി വോൾട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.026 വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയോഡ് കറന്റ് I is equal to I0 എന്ന് പറയുമ്പോൾ ഞാൻ 9 into 10 to the power minus 7 into e to the power 0.4 by 2 into Vt എന്ന് പറയുന്നത് 0.026 minus 1 വരും. ഓക്കെ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1.97 മില്ലി ആംപിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ഇക്വേഷൻ ആണ്. I0 is equal to, അതായത് ഡയോഡ് കറന്റിന്റെ ഉള്ള ഇക്വേഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് വാല്യൂസ് എല്ലാം തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. The doping concentration of a silicon PN junction നമുക്ക് തന്നിട്ടുണ്ട്, ND വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ NA തന്നിട്ടുണ്ട് അല്ലെ. ക്രോസ് സെക്ഷണൽ ഏരിയ 10 പവർ -3 cm² തന്നിട്ടുണ്ട്.
മൈനോറിറ്റി കാരിയർ ലൈഫ് ടൈം എന്ന് പറയുന്നത് tau n0 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ tau p0 തന്നിട്ടുണ്ട്. ഓക്കെ, then the minority carrier diffusion coefficients dn തന്നിട്ടുണ്ട്, dp തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺ ഇൻ ദ p region. ആ ഒരു വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർവേഡ് ബയാസ് വോൾട്ടേജ് എത്രയാണ്? VA എന്ന് പറയുന്നത് 0.5 വോൾട്ടും ആണ്. ഓക്കെ, അപ്പൊ കുറെ നമുക്ക് വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് ആണ്. പി റീജിയനിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 4 × 10⁻⁷ സെന്റിമീറ്റർ പവർ -3 ആണ്. cm പവർ -3 ആണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. np is equal to ALN np0 into e⁻EVA/kT - 1 ആണ്. ഓക്കെ, അപ്പൊ NPO കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ni²/Na ആണ്. ഓക്കെ, ni²/Na. അപ്പൊ നമുക്ക് Na യും Na യും അറിയാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 2.8 × 10⁴ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് Ln കാൽക്കുലേറ്റ് ചെയ്യണം. Ln is equal to എന്താണ്? √of dn tau n0. അപ്പൊ നമുക്ക് dn ന്റെയും tau n0 വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂ ഞാൻ ഇവിടേക്ക് കൊടുത്തു. 35 × 10⁶ കൊടുക്കുമ്പോൾ എനിക്ക് 5.9 × 10⁻³ അപ്പൊ നമുക്ക് ഇനി np കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ np is equal to ഈ വാല്യൂസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് is equal to 4 × 10⁷ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷനിൽ വരുന്ന ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഒരു npയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഓക്കെ, npയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, പഠിച്ചു വെക്കണം. അതിൽ തന്നെ npയുടെ ആ ഒരു ഇക്വേഷനിൽ നമുക്ക് വരുന്ന ആ ഒരു എന്താ പറയാ Lnന്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ npo is equal to ni²/Na. ഈ ഒരു ഇക്വേഷൻ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. then Ln is equal to √of dn × tau n0. ഈ 3 ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ np വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ pn ജംഗ്ഷൻ biased at VA is equal to 0.72 volt has a DC bias current IDQ is equal to 2 milliampere. നമുക്ക് തന്നിരിക്കുന്നത് ബയാസിംഗ് ഒരു വോൾട്ടേജ് VA തന്നിട്ടുണ്ട്, IDQ തന്നിട്ടുണ്ട്. ഓക്കെ, മൈനോറിറ്റി കാരിയർ ലൈഫ് ടൈം എന്ന് പറയുന്നത് 1 μs ആണ് ബോത്ത് N ആൻഡ് P റീജിയൻസിൽ. അങ്ങനെയാണെങ്കിൽ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി 3.86 × 10⁻⁻8 ഫാരഡേ ആണ്. ഓക്കെ, ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് 3.86 × 10⁻⁸ ഫാരഡ് ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? CD is equal to Ip0 × tau p0 plus In0 × tau n0/2VT ആണ്. അപ്പൊ tau n0 that is equal to tau p0 is equal to 10⁻⁻6 നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് N റീജിയനിലും P റീജിയനിലും വരുന്ന ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ Ip0 plus In0 is equal to IDQ ആണ്. Ip0 plus In0 എന്ന് പറഞ്ഞാൽ IDQ ആണ്. അപ്പൊ എനിക്ക് ഈ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. 2 × 10⁻⁻3 × 10⁻⁻6 2 × VT നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് is equal to 3.86 × 10⁻⁻8 ഫാരഡ് ആണ് വരുന്നത്. ഓക്കെ, ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.